DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 9 വ്യാഴം. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ഇന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടക്കുകയാണ്. തിരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത് ഓരോ പൗരന്റെയും അവകാശം ഉറപ്പാക്കുന്നതിൽ അതീവ നിർണായകമാണ്. അതിനാൽ എല്ലാവരും വോട്ട് രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം വോട്ട് രേഖപ്പെടുത്തുവാൻ എത്തുമ്പോൾ വോട്ടർ ID കാർഡ് കൈവശമില്ലാത്തവർക്ക് ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, പാൻ കാർഡ്, ഫോട്ടോ പതിച്ച ബാങ്ക് പാസ്ബുക്ക് അല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ ജോബ് കാർഡ് തുടങ്ങിയവയൊക്കെ തിരിച്ചറിയൽ രേഖകളായി ഹാജരാക്കാവുന്നതാണ്. പോളിംഗ് ബൂത്തിനകത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ വിവിപാറ്റ് മെഷീനിൽ നിങ്ങൾ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയുടെ ചിഹ്നം 7 സെക്കൻഡ് വരെ തെളിയുന്നത് കണ്ട് വോട്ട് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണം. കൂടാതെ ക്യൂ നിൽക്കുന്നതിൽ ഗർഭിണികൾക്കും മുതിർന്ന പൗരന്മാർക്കുമൊക്കെ പ്രത്യേക മുൻഗണനയും സൗകര്യങ്ങളും ലഭിക്കുന്നതാണ്. അടുത്തറിയിപ്പ്, സംസ്ഥാനത്ത് ഇന്ന് ഉയർന്ന താപനില മുന്നറിയിപ്പുമുണ്ട്. 8 ജില്ലകളിലാണ് സാധാരണയേക്കാൾ കൂടുതൽ ചൂട് അനുഭവപ്പെടാൻ സാധ്യത. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും രേഖപ്പെടുത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത അറിയിപ്പ്, രാജ്യത്തെ മെഡിക്കൽ സ്റ്റോറുകൾ വഴി നടക്കുന്ന മരുന്ന് വിൽപ്പനയിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. ഇതിന്റെ ഭാഗമായി എല്ലാ ഫാർമസികളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നത് നിർബന്ധമാക്കാൻ ഡ്രഗ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ നിർദ്ദേശം വന്നിട്ടുണ്ട്. ഓരോ മരുന്നിടപാടും വ്യക്തമായി പരിശോധിക്കാവുന്ന തരത്തിൽ വേണം ക്യാമറകൾ സ്ഥാപിക്കേണ്ടതെന്ന് സമിതി വ്യക്തമാക്കി. നിലവിലുള്ള ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് നിയമങ്ങളിൽ ആവശ്യമായ ഭേദഗതി വരുത്തിയായിരിക്കും പുതിയ നിയമം നടപ്പിലാക്കുക. അനിയന്ത്രിതമായ മരുന്ന് വിൽപ്പന തടയുന്നതിനും ലഹരി മരുന്നുകളായി ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ള മരുന്നുകളുടെ വിതരണം നിരീക്ഷിക്കുന്നതിനുമാണ് ഈ നീക്കം. അടുത്ത അറിയിപ്പ്, പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ആഗോള സമ്പദ്വ്യവസ്ഥയിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ ബാങ്കിംഗ് മേഖലയിൽ നിർണായകമായ നിയന്ത്രണ പരിഷ്കാരങ്ങളുമായി എത്തിയിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഏപ്രിൽ 8 പുറത്തിറക്കിയ പുതിയ നിർദ്ദേശങ്ങൾ പ്രകാരം ബാങ്കുകളുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുവാനും ബിസിനസ് നടപടികൾ കൂടുതൽ സുഗമമാക്കാനുമാണ് RBI ലക്ഷ്യമിടുന്നത്. ചെറുകിട വ്യവസായ മേഖലയ്ക്ക് വലിയ ആശ്വാസം നൽകുന്ന പ്രഖ്യാപനങ്ങളും പുതിയ പരിഷ്കാരത്തിലുണ്ട്. ബാങ്കുകളുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി വായ്പ നൽകുന്നതിലുണ്ടായിരുന്ന കടുപ്പമേറിയ നിബന്ധനകൾ RBI നീക്കം ചെയ്തു. ഇത് ചെറുകിട ബിസിനസ്സുകാർക്ക് ഔദ്യോഗിക വായ്പാ മാർഗങ്ങളിലേക്ക് വേഗത്തിൽ പ്രവേശനം നൽകാനും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുവാനും സഹായിക്കും. അടുത്ത അറിയിപ്പ്, രാജ്യത്തെ ദേശീയപാതകളിലെ ടോൾ പ്ലാസകളിൽ നാളെ മുതൽ പണമിടപാടുകൾ പൂർണ്ണമായും നിർത്തലാക്കുകയാണ്. ടോൾ ഗേറ്റുകളിലെ നീണ്ട ക്യൂ ഒഴിവാക്കാനും യാത്ര സുഗമമാക്കാനും ലക്ഷ്യമിട്ടാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ ഈ സുപ്രധാന നീക്കം. ഇതോടെ ഫാസ്ടാഗ് മുഖേനയുള്ള ഡിജിറ്റൽ പേയ്മെന്റുകൾ മാത്രമാകും ടോൾ പ്ലാസകളിൽ പ്രാഥമികമായി അനുവദിക്കുക. ഫാസ്ടാഗ് ഇല്ലാത്തവർക്കോ അല്ലെങ്കിൽ പ്രവർത്തനരഹിതമായ ടാഗ് ഉള്ളവർക്കോ നിലവിൽ ടോൾ പ്ലാസകളിൽ UPI വഴി പണമടയ്ക്കാൻ സൗകര്യമുണ്ട്. എന്നാൽ പുതിയ നിയമപ്രകാരം UPI വഴി പണമടയ്ക്കുന്ന യാത്രക്കാർ നിശ്ചിത ടോൾ തുകയുടെ 2.5 മടങ്ങ് തുക നൽകേണ്ടി വരും. അതായത് 100 രൂപ ടോൾ നൽകേണ്ട സ്ഥാനത്ത് UPI വഴി പണമടക്കുമ്പോൾ 125 രൂപ നൽകണം. ഏപ്രിൽ 10 മുതൽ ടോൾ ബൂത്തുകളിൽ ക്യാഷ് കൗണ്ടറുകൾ ഉണ്ടായിരിക്കില്ല. ഫാസ്ടാഗാണ് ടോൾ നൽകാനുള്ള പ്രധാന മാർഗം. ഇതില്ലാത്തവർക്ക് പിഴയോടുകൂടി മാത്രമേ യാത്ര തുടരാനാകൂ. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.